ഹലോ, ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് താഴെയാണ് ഹസ്ബൻഡിൻ്റെ ഓഫീസിലുള്ള ടോം വർക്ക് ചെയ്യുന്നത്. അപ്പം രണ്ടുപേരും ഇടയ്ക്കൊക്കെ ഒരുമിച്ചാണ് പോയും വരികയൊക്കെ ചെയ്യാറുള്ളത്. അവൻ എങ്ങനെയോ അറിഞ്ഞു ബർത്ത്ഡേ ആണെന്ന്. രാത്രി 12 മണിയായപ്പം കറക്റ്റായിട്ട് അവനൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വിചാരിച്ചു ഞാൻ ഹസ്ബൻഡിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവനോട് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ അവൻ്റെ ഇഷ്ടത്തിന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ അന്ന് കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല. ഇന്ന് രാവിലെ, അതായത് 10-ാം തീയതി ഇന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അപ്പോൾ രാത്രി 12 മണിക്കൊന്നും കട്ട് ചെയ്യാൻ മക്കൾ ചിലപ്പോൾ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വിചാരിച്ചു. ഇതന്നെ ഇപ്പം മോള് ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര വിളിച്ചിട്ടും എഴുന്നേറ്റില്ല. അപ്പം അവൾ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തു. അങ്ങനെ കേക്കൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കട്ട് ചെയ്തു കേട്ടോ. രാത്രി 12 മണിക്ക് തന്നെ കട്ട് ചെയ്തു. അപ്പം മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തും. അവൻ വൈകുന്നേരം വന്ന് സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഉറങ്ങിയതുകൊണ്ട് അവൻ ഉറങ്ങുമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് രാത്രി കട്ട് ചെയ്തു കേട്ടോ. ഞങ്ങളും ഉണ്ടായിരുന്നു, പിന്നെ ടോമും ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾക്ക്. എന്താണെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമുക്കിങ്ങനെ ഒന്നുണ്ടായിരുന്നത്. അപ്പം എത്ര നമ്മുടെ കയ്യിൽ കാശുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റൊരാളൊരു ചെറിയ സമ്മാനമാണെങ്കിലും ചെറിയൊരു സന്തോഷമാണെങ്കിലും നമുക്ക് തരുന്ന സമയത്ത് അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി കേട്ടോ. അവിടെ പിന്നെ അയ്യപ്പ ക്ഷേത്രമാണ്, എച്ച്.എ.എല്ലിലുള്ള അയ്യപ്പ ക്ഷേത്രമാണ്. എച്ച്.എ.എൽ മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണിത്. അപ്പം കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ പോകണം. വലിയൊരു അമ്പലമാണ് കേട്ടോ. നമ്മൾ ശരിക്കും നാട്ടിൽ പോയതുപോലെ ഒരു പ്രതീതിയാണ്. മുമ്പൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പം അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയും വലിയൊരു സ്പേസ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തൊരു ശനീശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്, അത് മലയാളി ടെമ്പിളല്ല, ഇവിടുത്തെ കന്നഡ സ്റ്റൈലിലുള്ള അമ്പലമാണ്. അതും അതുപോലെ അതിനപ്പുറം വേറൊരു അമ്പലം. അങ്ങനെ 3 അമ്പലങ്ങൾ ഒരേ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഈ ഒരു പരിപാടി സംബന്ധിച്ച്, അതായത് അയ്യപ്പൻ്റെ ആ ഒരു ടൈമാണല്ലോ, ശബരിമല പോകുന്നതൊക്കെ ടൈം സംബന്ധിച്ച് ഇവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി 13-ാം തീയതി 14-ാം തീയതിയൊക്കെ അമ്പലത്തിൽ സദ്യയും അതുപോലെ മറ്റുള്ള എന്താ പറയുക, പാട്ട് പോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. MG ശ്രീകുമാറിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ബാനറൊക്കെ അവിടെ കണ്ടു. ഞങ്ങളങ്ങനെ സ്ഥിരമായിട്ട് അവിടെ പോവാറൊന്നുമില്ല. വല്ലപ്പോഴും പോകുന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടേക്ക് താമസം മാറ്റിയതിന് ശേഷം ഈ ഒരു അമ്പലത്തിലാണ് കേട്ടോ പോവാറുള്ളത്. ശരിക്കും നാട്ടിലത്തെ അതേ ഒരു പ്രതീതിയാണ് തോന്നുക. നമ്മൾ എന്താ പറയുക, നാട്ടിലൊരു അമ്പലത്തിൽ പോകുന്ന ആ ഒരു സുഖം നമുക്ക് കിട്ടും. അപ്പം ഇതാണ് ആ ഒരു അമ്പലത്തിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ ഇതേപോലെ ഒരു ചെറിയൊരു തട്ടുകട ഉണ്ടായിരുന്നു, ഒരു ടീ സ്റ്റോള്. അപ്പം രാവിലെ പോകുന്ന സമയത്ത് കുട്ടികൾക്കുള്ളതൊക്കെ ആക്കി കൊടുത്തു എന്നല്ലാതെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം വരുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പം എന്തായാലും വളരെ സന്തോഷമായി. ടോമിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ് ഈ ഒരു കേക്കിന്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ട്. ഇനിയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.